ദ സീക്രട്ടിൻ്റെ മൂന്നാം ഭാഗം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 3 ഭാഗം കൊണ്ട് തീർക്കണമെന്ന് ഞാൻ കരുതിയിരുന്നതാണ്. പക്ഷെ പെട്ടെന്ന് പറഞ്ഞു വിട്ടാൽ എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഇത് 4 ഭാഗമാക്കിയാണ്. ആദ്യമായിട്ട് കാണുന്നവർ ആദ്യത്തെ 2 പാട്ട് കണ്ട ശേഷം കാണുക. ബോബ് പ്രോക്ടർ പറയുന്നത് നിങ്ങളിൽ വിശിഷ്ടമായി എന്തോ ഉണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങൾ മറ്റുള്ളവരെയും സ്നേഹിക്കും. ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ ആ വ്യക്തിയുടെ ആദരിക്കുന്നതും അംഗീകരിക്കുന്നതുമായ അവരുടെ സൽഗുണങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ അതേ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി തിരികെ കിട്ടും. അതോടെ പ്രശ്നങ്ങൾ മാഞ്ഞു പോകുകയും ചെയ്യും. ലിസ നിക്കോൾസ് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, ജീവിത പങ്കാളി ഇവർക്കൊന്നും നിങ്ങളുടെ സന്തോഷം സൃഷ്ടിക്കുന്നതിൽ ഒരു സ്വാധീനവുമില്ല. നിങ്ങളുടെ സന്തോഷം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചവുമായി പരിപൂർണമായും സമന്വയത്തിലാകുന്നു. കഴിയുന്നത്ര എന്തിനേയും സ്നേഹിക്കുക. നിങ്ങൾ സ്നേഹം പ്രസരിപ്പിക്കുമ്പോൾ ആഹ്ലാദം നൽകുന്ന എല്ലാ വസ്തുക്കളെയും നിങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ട്, എല്ലാ നല്ല വ്യക്തികളെയും നിങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നത് പോലെ കാണപ്പെടും. നിങ്ങളൊരു ബന്ധം നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ചുറ്റുപാടുകളുമെല്ലാം നിങ്ങളുടെ അഭിലാഷങ്ങൾക്ക് വിരുദ്ധമല്ല എന്ന് ഉറപ്പാക്കണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗുണങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. ആകർഷണ നിയമം നിങ്ങൾ ഇനിയും കുറേ നല്ല ഗുണങ്ങൾ കാണിച്ചു തരും. ബന്ധങ്ങൾ വിജയകരമാവണമെങ്കിൽ മറ്റേയാളിൽ നിങ്ങൾ ആദരിക്കുന്ന ഗുണങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, പരാതികളിലല്ല. ഗുണങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ കൂടുതൽ നല്ല ഗുണങ്ങൾ തുടർന്ന് ലഭിക്കും. രഹസ്യത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ മനുഷ്യരാശിയുടെ ആരോഗ്യ മേഖല ഉൾപ്പെടെ പല പ്രതിഭാസങ്ങളിലും അന്തർലീനമായ സത്യം നിങ്ങൾക്ക് വ്യക്തമാകും. പ്ലാസിബോ ഒരു ശക്തമായ പ്രതിഭാസമാണ്. ഈ ഗുളിക എൻ്റെ രോഗം മാറ്റുമെന്ന് രോഗികളെ ശരിക്കും വിശ്വസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ വിശ്വസിക്കുന്നത് അവർക്ക് ലഭിക്കുന്നു. അവരുടെ രോഗങ്ങൾ ഭേദമാകുന്നു. സ്നേഹവും കൃതജ്ഞതയും ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിഷേധ ശക്തികളും അവ ഏത് രൂപം പ്രാപിച്ചിരുന്നാലും ശരി നിശേഷം അലിഞ്ഞു പോകും എന്നാണ് ഡോക്ടർ ഡിമാർട്ടിനി പറയുന്നത്. പൂർണ്ണതയുടെ ചിന്തകളാണ് വേണ്ടത്. സ്വരച്ചോർച്ചയുള്ള ചിന്തകളുണ്ടെങ്കിൽ ആ ശരീരത്തിൽ രോഗത്തിന് വാഴാൻ കഴിയില്ല. പൂർണ്ണതയുണ്ടെന്ന് ബോധ്യപ്പെടുമ്പോൾ അതിനെ അംഗീകരിക്കുമ്പോൾ പൂർണ്ണത വന്നു ചേരും. രോഗങ്ങൾ, ദാരിദ്ര്യം, അസന്തുഷ്ടി തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം വികലമായ ചിന്തകളാണ്. എൻ്റെ ചിന്തകൾ പൂർണ്ണതയുടെ ചിന്തകളാണ്. പൂർണ്ണത മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ സ്വയം പൂർണ്ണത നേടിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക, തീരുമാനിക്കുക. ബോബ് പ്രോക്ടർ പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ടായാൽ നിങ്ങൾ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയും എല്ലാവരോടും പറഞ്ഞു നടക്കുകയും ചെയ്താൽ നിങ്ങൾ കൂടുതൽ രോഗബാധിത കോശങ്ങളെ സൃഷ്ടിക്കും. നിങ്ങളുടെ ശരീരം തികഞ്ഞ ആരോഗ്യമുള്ളതാണെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ബോബ് ഡോയിൽ പറയുന്നത് ഒരാളുടെ ചിന്ത ഞാൻ രോഗിയാണെന്നതിൽ നിന്ന് ഞാൻ ആരോഗ്യവാനാണ് എന്നതിലേക്ക് മാറാത്തിടത്തോളം അയാളുടെ രോഗം ഭേദമാവില്ല. അതാണ് ആകർഷണ നിയമം. ഡോക്ടർ ജോൺ ഹേഗ്ലിൻ പറയുന്നത് സന്തോഷം നിറഞ്ഞ ചിന്തകൾ തീർച്ചയായും സന്തോഷത്തിന്റെ രസതന്ത്രമായി പരിണമിക്കും. ശരീരം സന്തോഷവും ആരോഗ്യവും ഉള്ളതായി മാറും. നിഷേധ ചിന്തകളും പിരിമുറക്കവും ശരീരം ജീർണിക്കുന്നതും തലച്ചോറിന്റെ പ്രവർത്തനം മോശമാകുന്നതിനും കാരണമാകും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശരീരത്തിൽ നിന്ന് സമ്മർദ്ദം ഒഴിവാക്കുക, അപ്പോൾ ശരീരം അതിന്റെ സഹജ പ്രവർത്തനം നടത്തും. മൈക്കിൾ ബെർണാഡ് ബെക്വിത്ത് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താം, നിങ്ങളുടെ രോഗങ്ങളെ സ്വയം സുഖപ്പെടുത്താം. അന്താരാഷ്ട്ര പ്രഭാഷകനും എഴുത്തുകാരനുമായ മോറിസ് ഗുഡ്മാൻ പറയുന്നത് മനുഷ്യൻ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു അവൻ അതായിത്തീരും. പുറത്ത് സംഭവിക്കുന്ന എന്ത് തന്നെ ആയാലും ശരി, ഉത്തമമായ ആരോഗ്യത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുക എന്നത് നമുക്കുള്ളിൽ സാധ്യമാകുന്ന കാര്യമാണ്. രോഗത്തെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ, അതിന് അമിത ശ്രദ്ധ കൊടുത്താൽ, അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ രോഗം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാതെ നിൽക്കും. നല്ല ആരോഗ്യത്തെക്കുറിച്ചുള്ള ശക്തമായ ചിന്തകൾ ഉണ്ടാകണം. ലോകത്തിനുള്ള രഹസ്യം. ഹെയിൽ ഡോസ്കിൻ പറയുന്നത് നമ്മൾ ഏതിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നു അതിനെ നമ്മൾ സൃഷ്ടിക്കുന്നു. ബോബ് ഡോയിൽ പറയുന്നത് എന്തിനെങ്കിലും നമ്മൾ ചെറുക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ ശക്തിയോടെ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ചെറുക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് എനിക്ക് വേണ്ട, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥയ്ക്ക് കാരണം ഇതാണ് എന്ന് നിങ്ങൾ പറയുകയാണ്. ഇപ്പോൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ ഇഷ്ടമല്ല എന്ന ശക്തമായ ഒരു വൈകാരിക തരംഗം നിങ്ങൾ പ്രസരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് നിങ്ങളിലേക്ക് അതിവേഗത്തിൽ വന്നു ചേരുന്നു. എന്തിനെയെങ്കിലും തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത് സംപ്രേഷണം ചെയ്യപ്പെട്ട ശേഷം ബാഹ്യചിത്രം മാറ്റിവരയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അത് പാഴ്ശ്രമമാണ്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും കൊണ്ട് മനസ്സിനുള്ളിൽ പുതിയ ചിത്രങ്ങൾ സൃഷ്ടിച്ച് അവയെ പ്രസരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ജാക്ക് കാൻഫീൽഡ് പറയുന്നത് യുദ്ധവിരുദ്ധ പ്രസ്ഥാനം കൂടുതൽ യുദ്ധങ്ങൾക്ക് കാരണമാകുന്നു. മയക്കുമരുന്ന് വിരുദ്ധ പ്രസ്ഥാനം കൂടുതൽ മയക്കുമരുന്ന് പ്രചരിപ്പിക്കുന്നു. കാരണം നമ്മൾ മനസ്സ് കേന്ദ്രീകരിക്കുന്നത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിലാണെന്നത് തന്നെ.
ഉജ്ജ്വലമായ വ്യക്തിത്വമായിരുന്നു മദർ തെരേസ. അവർ പറഞ്ഞു, യുദ്ധവിരുദ്ധ റാലിയിൽ ഞാൻ പങ്കെടുക്കില്ല. നിങ്ങളൊരു സമാധാന റാലി നടത്തുകയാണെങ്കിൽ എന്നെയും വിളിക്കുക. ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും ആരംഭിച്ചത് ഒരു ചിന്തയിൽ നിന്നാണ്. വലിയ കാര്യം എന്തെങ്കിലും സംഭവിച്ചാൽ കൂടുതൽ ആളുകൾ അതിലേക്ക് ചിന്തകളെ തിരിച്ചുവിടുന്നു. ആ കാര്യം കൂടുതൽ വലുതാവുന്നു. ആളുകളുടെ ചിന്തകളും വികാരക്ഷോഭങ്ങളുമാണ് ആ കാര്യത്തെ നിലനിർത്തുന്നതും വലുതാക്കുന്നതും. നമ്മുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറി പകരം സ്നേഹത്തിലേക്ക് തിരിയുകയാണെങ്കിൽ ആ സംഭവം പിന്നെ നിലനിൽക്കില്ല. അത് ആവിയായി അപ്രത്യക്ഷമാകും. ജാക്ക് ആൻഫീൽഡ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടാത്തത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുന്നതിൽ കുഴപ്പമില്ല. അതനുസരിച്ച് എനിക്ക് വേണ്ടത് ഇതാണ് എന്ന് തീരുമാനിക്കാൻ അത് സഹായകമാകും. പക്ഷെ നിങ്ങൾ വേണ്ട എന്ന് ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച്, അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും തോറും, അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യും തോറും നിങ്ങൾ അതിനെ കൂടുതൽ നിർമ്മിക്കും. നിങ്ങൾക്ക് വേണ്ട എന്ന് കരുതുന്ന എന്തിൻ്റെയെങ്കിലും ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ അത് നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തി പുതിയ സിഗ്നലുകൾ പ്രസരിപ്പിച്ചു തുടങ്ങണം എന്നതിനുള്ള സൂചനയായി കാണാം. മൈക്കിൾ ബെർണാഡ് ബെക്വിത്ത് പറയുന്നത്, സ്വസ്ഥമായിരിക്കാൻ പഠിക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയും അതിനോട് ചേർന്നുള്ള ഊർജ്ജ പ്രഭാവവും ഇല്ലാതാക്കണം. നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നതിലേക്ക് മനസ്സ് കൊണ്ടുവരണം. മനസ്സ് എവിടെയാണോ അവിടേക്ക് ഊർജ്ജം പ്രവഹിക്കും. ഡോക്ടർ ജോൺ ഡിമാർട്ടിനി പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ മുഴങ്ങുന്ന ശബ്ദവും ദർശനവും പുറത്തുള്ള അഭിപ്രായങ്ങളെക്കാൾ ഗാഢവും വ്യക്തവും ശക്തവുമാകുമ്പോൾ നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ ആധിപത്യം നേടുന്നു. ലിസ നിക്കോൾസ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്റെ അധിപൻ നിങ്ങളാണ്. റോബർട്ട് കോളിയർ പറയുന്നത്, സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുക, സമൃദ്ധി കാണുക, സമൃദ്ധി അനുഭവിക്കുക, സമൃദ്ധിയിൽ വിശ്വസിക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ സത്ത. പരിമിതികളെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിക്കരുത്. മൈക്കിൾ ബെർണാഡ് ബെക്വിത്ത് പറയുന്നത്, എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം ഇവിടെയുണ്ട്. നിങ്ങളത് വിശ്വസിച്ചാൽ, നിങ്ങൾക്കത് കാണാൻ കഴിഞ്ഞാൽ, അതിനൊത്ത് പ്രവർത്തിച്ചാൽ നിങ്ങൾക്കത് പ്രത്യക്ഷമാകും. അതാണ് സത്യം. ലിസ നിക്കോൾസ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം സന്തോഷം, സ്നേഹം, സമൃദ്ധി, ഐശ്വര്യം, നിർവൃതി എല്ലാം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് മോഹമുണ്ടാവണം, മനഃപൂർവ്വമായി ആഗ്രഹിക്കണം. ബോധപൂർവം നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്കത് എത്തിച്ചു തരും. ഈ ലോകത്തിലെ പ്രശ്നങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നതിന് പകരം വിശ്വാസം, സ്നേഹം, ഐശ്വര്യം, വിദ്യാഭ്യാസം, സമാധാനം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും ഊർജവും തിരിച്ചുവിടുക. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും മുഖേന അപരിമിതമായ പ്രപഞ്ചത്തിൽ നിന്ന് എന്ത് വേണമെങ്കിലും എടുക്കാനും അവയെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഈ ലോകത്തുള്ള എല്ലാറ്റിനെയും ആശീർവദിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ നിഷേധഭാവങ്ങളും വിരോധങ്ങളും അപ്രത്യക്ഷമാകുകയും നിങ്ങൾ ഏറ്റവും ഉന്നതമായ സ്നേഹത്തിൻ്റെ തരംഗദൈർഘ്യവുമായി യോജിക്കുകയും ചെയ്യും. അടുത്ത വീഡിയോയിൽ ഞാൻ തുടരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കൊണ്ട് ഈ സീക്രട്ടിൻ്റെ റിവ്യൂ മുഴുവൻ തീരുകയാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.